അറിയേണ്ടവരൊക്കെ അറിയണം. എനിക്കിനി ഈ ജീവിതം വേണ്ട. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സത്യങ്ങൾ അറിഞ്ഞ പിന്നെ സത്യം എന്നെ ഇവിടെ നിർത്തില്ല. രോഹിത്തിനെന്നെ ഉൾക്കൊള്ളാനും കഴിയില്ല. എല്ലാവരെയും ചതിച്ച് എനിക്ക് പിന്നെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. അതിലും ഭേദം മരണമാണ്. എന്റെ മരണം മൂലം ജീവിതം കിട്ടുന്നത് ഒരു കുടുംബത്തിനാണ്. എന്റെ കുഞ്ഞേച്ചിയുടെ കുടുംബം. എനിക്കത് മതി. എന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഈ ഒരു നന്മ മാത്രം മതി. കത്ത് ഞാൻ എഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഈ കത്ത് വായിക്കാം. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച വലിയൊരു സത്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. പപ്പി എൻ്റെ മോളല്ല. വിഷ്ണുവേട്ടനിൽ എൻ്റെ കുഞ്ഞേച്ചിക്ക് പിറന്ന ഇരട്ട കുട്ടികൾ. അതാണ് പപ്പിയും സത്യയും. പക്ഷെ അവർക്കും ഈ വിവരം അറിയില്ല. എനിക്ക് അബോർഷനായപ്പോൾ എനിക്കൊരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോൾ സത്യാമ്മയുടെയും രോഹിത്തിൻ്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതെന്റെ ഗതികേട്. പിന്നീട് ആ വലിയ കള്ളം മറയ്ക്കാനായി ഇരട്ട കുട്ടികളെ പ്രസവിച്ച എന്റെ കുഞ്ഞേച്ചി എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചതാക്കി വളർത്താൻ തന്നു. അതാ പപ്പിമോൾ. വിഷ്ണുവേട്ടന്റെ സ്വന്തം കുഞ്ഞുങ്ങളായ ഈ രണ്ടു പേരെയും എന്റെ രക്ഷയെ കരുതി രണ്ട് വീടുകളിൽ വളർത്തിയതിന്റെ കാരണവും ഞാൻ തന്നെയാണ്. ഈ ഒരു സത്യം മറച്ചു വെച്ചത് കൊണ്ടാണ് സത്യയുടെ അച്ഛൻ വിഷ്ണുവേട്ടനാണെന്ന് കുഞ്ഞേച്ചിക്ക് പറയാൻ പറ്റാതായത്. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. ഇത് സത്യമാണെന്ന് അറിയിക്കാൻ ഞാൻ എൻ്റെ ജീവൻ തന്നെയാണ് ബലി കൊടുക്കുന്നത്. രോഹിത്ത്, മാപ്പ്. സത്യാമ്മയോട് മാപ്പ്. പിന്നെ വിഷ്ണുവേട്ട, സത്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞേച്ചിയെയും സത്യയും പപ്പിയെയും സ്വീകരിക്കണേ വിഷ്ണുവേട്ട. ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന സന്തോഷത്തോടെയുള്ള ജീവിതം എനിക്ക് കാണണം എന്ന് നിങ്ങളുടെ സ്വന്തം ശ്യാമ.
എന്നോട് പൊറുക്കണേ രോഹിത്. ഇനിയും ഈ സത്യവും പേര് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ സത്യം രോഹിത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഇത്രയും നാളും സ്വന്തം ചോരയാണെന്ന് കരുതിയ കുഞ്ഞ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആരുമല്ലാതായി മാറുന്നത്. എന്തായാലും ഞാൻ യാത്ര ചോദിക്കുകയാണ്. ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വരാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്ക് തെറ്റല്ലേ ഞാനും ചെയ്തത്. ഒന്നിച്ച് ജീവിച്ച് കൊതി തീർത്തിട്ടൊന്നുമല്ല ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. ഞാൻ കാരണം ഇനി ആർക്കും ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. വേദനയോടെയാണ് ഞാനീ പോകുന്നത്. എന്നെ വല്ലപ്പോഴും ഓർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെറുക്കരുതെന്ന ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അമ്മയുടെ പൊന്നു മോളെ, ഇനി എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ. എന്നാലും സങ്കടമില്ല. കാരണം നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാ ഈ അമ്മ പോകുന്നത്. ഓ, ഇത്രയും ഇരുട്ടൊന്നും വിചാരിച്ചില്ല. വെടിക്കെട്ടാണെങ്കിൽ ഒരു പേരിന് മാത്രം. അവർ പൊട്ടിച്ച് പരിപാടി തീർന്നു. ഉറക്കം പോയത് മിച്ചം. അകത്തേക്കിപ്പം ചെല്ലണ്ട. താമസിച്ചാണ് രാഘവൻ സാറ് കണ്ട വഴക്കുറയും. തൽക്കാലം പടിപ്പുരയിൽ എങ്ങാനും കിടക്കാം. ആരാത്?
ആരാന്ന്? ആരാത്? ഏ? അയ്യോ, ഇത് ശ്യാമക്കുഞ്ഞല്ലേ? ഇത് എന്തു പറ്റി? ശ്യാമക്കുഞ്ഞെ, ശ്യാമക്കുഞ്ഞെ, സത്യാമേ, വിഷുക്കുഞ്ഞെ, രോഹിത്തെ, സത്യാമേ, പൊന്നി, ആരെങ്കിലും ഓടിവാ. സത്യാമേ, എന്താ എന്താ പിള്ളച്ചേട്ടാ? ഒന്നിങ്ങോട്ട് ഓടി വന്നേ. ആ ശ്യാമക്കുഞ്ഞവിടെ ബോധമില്ലാതെ കിടക്കുന്നു. ഓടിവാ. ശ്യാമക്കുഞ്ഞെ, കുഞ്ഞെ, ശ്യാമക്കുഞ്ഞെ. കുഞ്ഞേ കുഞ്ഞേ എന്താ പറ്റിയേ? കണ്ണു തുറക്ക്. എന്താ ഭാമേ? അറിയില്ല, പുറത്തെന്തോ. എന്താ എന്താ നോക്ക്. എന്താ അവിടെ? എന്താ എന്താ പിള്ളേ? ശ്യാമക്കുഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്നു സത്യാമേ. അയ്യോ ഈശ്വര. കുഞ്ഞേ എഴുന്നേക്ക്. ശ്യാമക്കുഞ്ഞെ, കുഞ്ഞേ എന്ത് പറ്റി? എഴുന്നേക്ക് കുഞ്ഞേ. എന്താ എന്താ പറ്റിയ? അയ്യോ ശ്യാമ ഇവിടെ എങ്ങനെ പുറത്തു വന്നു? അറിയില്ല. ശ്യാമക്കുഞ്ഞെ, ശ്യാമക്കുഞ്ഞെ, ശ്യാമക്കുഞ്ഞേ, ശ്യാമേ, ശ്യാമേ, കണ്ണു തുറക്കു കുഞ്ഞേ. ശ്യാമേ, എന്താ എന്താ സാമ ഉയരെടുക്കുന്നതാ, പോയി നോക്കടാ. അയ്യോ ശ്യാമക്കുഞ്ഞേ, ശ്യാമക്കുഞ്ഞെ, കണ്ണു തുറക്ക്. സത്യമേ, എന്തു പറ്റി? രോഹിത്തെ നോക്കണ. ഇതെന്താ ഇവളിവിടെ? എന്തു പറ്റിയതാ? എടാ നീ ഇത് പിടിച്ചേ, നമുക്ക് അകത്തോട്ട് കൊണ്ടുപോവാം. ശ്യാമേ, എടുക്കട്ടെ. പിടിക്ക് പൊന്നി. ശ്യാമേ, ശ്യാമേ, മോളെ, ശ്യാമേ, കണ്ണു തുറന്നേ. മോളെ, ശ്യാമേ, ശ്യാമേ. എന്താ മോളെ, എന്താ ഉണ്ടായേ? നീ എങ്ങനെ പുറത്തെത്തിയേ? എന്താ? മോളെ, അകത്ത് കിടന്ന് നീ എങ്ങനെ പുറത്തെത്തിയെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. സത്യമേ, എനിക്കറിയില്ല. എന്താ ഉണ്ടായ മക്കളെ? എന്താ മോളെ? എന്താ പറ്റിയെന്ന് പറ. അച്ഛ, എനിക്കൊന്നും അറിയില്ല. മോളെ, എന്താ ഇവളിങ്ങനെ? മോളെ, എന്താ എന്താ ഇവക്ക് പറ്റിയേ? എന്താ ഉണ്ടായേ? ശ്യാമേ, ശ്യാമക്കുഞ്ഞ് പുറത്തേക്ക് ഓടുന്നുണ്ട്. പെട്ടെന്ന് വീണു, അതോടെ ബോധവും പോയി. സ്വപ്നം വല്ലതും കണ്ട് എഴുന്നേറ്റ് പോയതായിരിക്കും. സത്യമേ, എന്നോട് ക്ഷമിക്കണം. മോളെ, എടി മോളെ, സമാധാനപ്പെടു. നീ കരയണ്ട, കഴിഞ്ഞില്ലേ? മോളെ, കരയണ്ട. ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം?
കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാത്തതിന്റെ കുഴപ്പോ ചുറ്റിച്ചു കൊണ്ടുപോയതാ. പാവം, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. മോളെ രോഹിത്, ഒന്നുമില്ല മോളെ. എന്തപ്പോ ചെയ്യും? പോയി വെള്ളം കൊണ്ടോ. ആർക്കോ ആ കത്ത് കിട്ടിയിട്ടുണ്ട്. ആരായിരിക്കും അത് വായിച്ചിട്ടുണ്ടാവുക? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെങ്കിലും മുഖത്ത് കാണേണ്ടതല്ലേ? ഇനി അതാർക്കും കിട്ടിയില്ല. പിന്നെ ആ കത്ത് എവിടെ പോയി? മോളെ കയണ്ട, നിന്നെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. രോഹിത്തെ, ശ്യാമയെ മുറിയിലേക്ക് കൊണ്ടുപോ. ഇവളിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. കുഞ്ഞെ, വെള്ളം കുടിക്കും. അത് വിളിച്ചു. വാ കുഞ്ഞെഴുന്നേക്ക്, ഞാൻ മുറിയിലേക്ക് എത്തിക്കാം. വാ. എണീക്ക് മോളെ, എണീക്ക്. സത്യമേ, എന്നോട് ക്ഷമിക്കണേ. മോളെ 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 ഒന്നുമില്ലടി, ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവളാകെ പേടിച്ചിട്ടുണ്ടല്ലോ. കരയല്ലേ മോളെ? ശ്യാമേ മോളെ, മോളെ കരയല്ലേ? പൊന്നി കൊണ്ടുപോയി കിടത്തി ഇവിടെ. ചെല്ലുമോളെ, ചെല്ലു ചെല്ലു. ഞാൻ പറയുമ്പോ നിങ്ങൾക്കെല്ലാം കളിതമാശയാ. കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം മുടങ്ങിക്കിടക്കുക. എത്രയും വേഗം വഴിപാടുകൾ നടത്തണം. ദേ, അവർക്കൊരു കുറവ് വന്ന് അവരത് കാണിച്ചു തരുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാ. എന്തായാലും വലിയ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പലതും ഇവിടെ സംഭവിക്കും. കുഞ്ഞെ, എന്താ എന്താ ഉണ്ടായത്? ചേച്ചി, എനിക്ക്